റിപ്പോർട്ടറോട് കുര്യനിൽ നിന്ന് ഈ വിധത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന ഹീനമായ മറുചോദ്യമാണ് കേന്ദ്രമന്ത്രി ചോദിച്ചത്. അത് നല്ലതല്ലേ, നിങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് നല്ലതോ ചീത്ത ആയിക്കോട്ടെ, നിങ്ങൾക്ക് ആഘോഷിച്ചു, എനിക്ക് പരാതിയൊന്നുമില്ല. പക്ഷെ വനിതാ സംവരണ ബില്ല് ഞങ്ങൾ പാർലമെന്റിൽ പാസ്സാക്കി തരാം. ഡോണ്ട് വറി, നത്തിങ് വിൽ ഹാപ്പൻ ടു യു. നിങ്ങൾക്ക് എന്താ കുര്യനോട് വ്യക്തിപര വിരോധം ഉണ്ട്? നിങ്ങൾക്ക് എന്തോ വിരോധമുണ്ട്, പണ്ട് എന്തോ ഉണ്ടായിട്ട് വല്ല കുഴപ്പമില്ല ഉണ്ടോ? അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ, എങ്ങനെയാണ് കേന്ദ്രമന്ത്രിയുടെ ഈ പരാമർശത്തോട്, ഈ രീതികളോട് പ്രതികരിക്കുന്നത്? 5.5 പതിറ്റാണ്ടിലേറെയായി കേരള രാഷ്ട്രീയത്തിൽ വിവിധ ഔദ്യോഗിക പദവികളിലും ഒപ്പം തന്നെ പൊതുസമൂഹത്തിന്റെ ഒട്ടനവധി ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുത്ത് നിറവേറ്റിയിട്ടുള്ള ശ്രീ വയലാർജിയെ പോലെ ആള് ഇത്തരത്തിൽ മോശമായ പെൺകുട്ടിയോട് പറഞ്ഞു എന്ന് വിശ്വസിക്കാൻ എനിക്ക് പ്രയാസം. അതുണ്ടായ സാഹചര്യം നമ്മൾ മനസ്സിലാക്കി. കഴിഞ്ഞ 2-3 ദിവസമായ ഔദ്യോഗിക പരിപാടികൾ ബന്ധപ്പെട്ട് കേരളത്തിൽ നിൽക്കുന്ന അദ്ദേഹത്തോട് നിരന്തരമായി ശ്രീ കുര്യൻ ആ വിഷയവുമായി അനുബന്ധിച്ചുള്ള ചോദ്യങ്ങളുണ്ട്. ഇന്നലെയും ഞാനൊക്കെ അദ്ദേഹം അത് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുള്ളതാണ്. അതിനുശേഷവും ഇന്ന് ധർമ്മരാജൻ എന്ന് പറയുന്ന അങ്ങേയറ്റം ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു മുൻ SFI നേതാവ് വൈരുദ്ധ്യങ്ങളുടെ പരമ്പരയുമായിട്ട് വെളിപ്പെടുത്തിയ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും അദ്ദേഹം അത് പറഞ്ഞു. എനിക്കതിനോട് പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ വീണ്ടും ബിന്ദു കൃഷ്ണ, ഇത്തരം ഒരു സാഹചര്യത്തിൽ ഏത് കോൺഗ്രസ് നേതാവിനെ കണ്ടാലും ഈ ചോദ്യങ്ങളെല്ലാം ആവർത്തിക്കും, അക്കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ മറുപടി അത് എങ്ങനെ ബിന്ദു കൃഷ്ണയ്ക്ക് ന്യായീകരിക്കാൻ കഴിയുന്നു? ഞാൻ ആ മറുപടിയെ ന്യായീകരിക്കുകയല്ല. ശരിക്കും പറഞ്ഞാൽ പൊതുപ്രവർത്തകരും നേതാക്കന്മാരും ഒക്കെ സാധാരണ മനുഷ്യരിൽ നിന്ന് കുറച്ചുകൂടി ഔന്നത്യത്തോടുകൂടി വാക്കുകളും പ്രവൃത്തികളും ചെയ്യണമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷെ ഒരിക്കൽ പോലും വയലാർജിയെ പോലെ ഒരാള്, അദ്ദേഹത്തെ പോലെ ഒരാൾ ഇത്തരത്തിൽ മോശമായ ഇന്റൻഷനോട് പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ നിന്ന് അത് മനസ്സിലാകുന്നില്ല. വയലാർജിയെ പോലെ ഒരാൾ. ജയശങ്കർ, താങ്കൾ അത് കണ്ടു കാണും. ഇത് ആവർത്തിച്ച് പലതവണ നമ്മൾ ചാനലിലൂടെ ജനങ്ങളെ കാണിച്ചതുമാണ്. വയലാർ രവി വളരെ മാന്യമായി തന്നെ ഈ പരാമർശം നടത്തിയെന്നാണോ താങ്കൾക്ക് തോന്നുന്നത്? ഒരിക്കലും ഞാനങ്ങനെ വിചാരിക്കുന്നില്ല. അദ്ദേഹം വളരെ ഹീനമായ രീതിയിലുള്ള പരാമർശമാണ് നടത്തിയിട്ടുള്ളത്. ശ്രീ VS അച്യുതാനന്ദൻ ജസ്റ്റിസ് ബസന്തിനെ പറ്റി പറഞ്ഞത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അടിച്ച് അദ്ദേഹത്തിന്റെ അണപ്പല്ല് താടി തരാൻ ആ ലേഖിയെ കൊല്ലാത്തതുകൊണ്ടാണ് സംഭവിച്ചത്. ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സംഭവിക്കില്ലായിരുന്നു. അഡ്വക്കേറ്റ് രാംകുമാർ, വേണമെങ്കിൽ നിയമപരമായി ഈ ലൈംഗിക അതിക്രമം പറയാനുള്ള പുതിയ ഓർഡിനൻസ് പ്രകാരം ഇത് നിയമപ്രശ്നം തന്നെയാണ്